നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരം. ഓഗസ്റ്റ് 27 സമയം വൈകുന്നേരം 3 മണിയായിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഏകദേശം തട്ടുമടിക്കാർ തന്നെയാണ് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ചൂണ്ടപ്പണിക്കുള്ള വള്ളക്കാരാണെങ്കിൽ ഏകദേശം ഒരു 5-6 മണിയൊക്കെ ആകും. കാരണം ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ കണവുണ്ടായിരുന്നു കേട്ടോ, തോണ്ടിക്കണവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഒരുപാട് വള്ളക്കാർ തോണ്ടിക്കണവ പണിക്കാണ് പോയിട്ടുള്ളത്. നമ്മുടെ ഇവിടെ തോണ്ടിക്കണവ, കല്ലങ്കണവ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിലവില് തട്ടുമടിക്കാർക്ക് നവര വരുന്നുണ്ട് കേട്ടോ. നവര, കൊഴിയാള്, കണവ, ശീലാവ്, ചെറിയ സൈസ് വാള, അങ്ങനത്തെ ഒരുപാട് മീനുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓണമായിരുന്നാലും ശരി തന്നെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഇന്നലെ തിരുവോണമായതുകൊണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. ഏതായാലും നമ്മുടെ വള്ളക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് എന്തൊക്കെ മീനാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. ഈ കാണുന്ന തട്ടുമണിക്കാർക്ക് നവരമീനുണ്ടോ? അവരെയാണോ? ഇല്ല, തട്ടുമണിക്കുള്ളതാണ് കേട്ടോ. ഓരോ കുട്ട നവരമീന് അവിടെ ലേലത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ വിലയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതും തട്ടുമണിക്കാർ തന്നെയാണ്. ഇവർക്ക് കണവയാണുള്ളത് കേട്ടോ. കണവ ഇവിടെ എത്ര വട്ടമുണ്ട്? എത്ര വട്ടം ഉണ്ടായിരുന്നു? 3 വട്ടം. ഇത് നമ്മുടെ വിഴിഞ്ഞത്തുള്ളക്കാരാണ് കേട്ടോ. തട്ടുമടിയിൽ ഇവർക്ക് ഒരു 3 വട്ടം കണവുണ്ട്. അവിടെ ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഈ വെള്ളത്തില് 2 വെള്ളത്തിൽ കൊഴിയാള മീനുണ്ട് കേട്ടോ. തട്ടുമടിക്കുള്ള കൊഴിയാള് 2 വെള്ളത്തിലുണ്ട്. കൂട്ടുവെള്ളമാണ് കേട്ടോ. അതാണ്ട് ആ വെള്ളത്തിൽ മീൻ വാരി എടുക്കുന്നുണ്ട്. അതിന് ശേഷമായിരിക്കും ഇത് വാരുന്നത്. ഇത് വിഴിഞ്ഞ വള്ളക്കാരാണ് കേട്ടോ. വള്ളക്കാരാണ്. പുറത്ത് കാണുന്നതും കൊഴിയാള തന്നെയാണ്. വിഴിഞ്ഞത്തെ വള്ളക്കാരാണ് കേട്ടോ ഈ കാണുന്നത്. ഇവര് കമ്പനിക്കാർക്ക് അളന്നാണ് കൊടുക്കുന്നത്. ഓരോ കുട്ടവീതം അളന്നാണ് കൊടുക്കുന്നത്. കാരണം ഈ ഒരു വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ വെള്ളത്തിലുള്ള മുഴുവൻ മീനും ആദ്യം ലേലം ചെയ്യും കേട്ടോ. കുട്ടയ്ക്ക് 1000, 1100, 200 അങ്ങനെ ലേലം ചെയ്യുമേ. അതിനുശേഷം ഈ വെള്ളത്തിലുള്ള മുഴുവൻ മീനും ഈ കാണുന്ന കമ്പനിക്കാർക്കായിരിക്കും അളന്നു കൊടുക്കുന്നത്. അപ്പൊ നമ്മളങ്ങ് അറ്റവരെ കാണുന്നതും തട്ടുമടിക്കാർ തന്നെയാണ്. പ്രധാനമായിട്ടും കൊഴിയാള മീൻ തന്നെയാണുള്ളത്. ഓഗസ്റ്റ് 27 വൈകുന്നേരം 3 മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു തിരക്ക് ഇനി മാക്സിമം നമുക്ക് വൈകുന്നേരം ഒരു 6-7 മണി വരെയൊക്കെ കാണുമേ. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മീനൊക്കെ കിട്ടുന്ന കാര്യം സംശയമായിരിക്കും. അത് കഴിഞ്ഞാൽ വരുന്ന വള്ളക്കാരൊക്കെ ചിലപ്പോൾ തോണ്ടക്കണ വള്ളക്കാരായിരിക്കും കേട്ടോ. കല്ലങ്കണ, തോണ്ടക്കണയൊക്കെ കൊണ്ടുവരുന്ന വള്ളക്കാരായിരിക്കും. അപ്പൊ ഈ ഒരു ഡീറ്റെയിൽ കൂടെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കി വെക്കും. ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നത് എത്ര മണി വരെയാണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ മീൻ കിട്ടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഡീറ്റെയിലും കാര്യം കൂടെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കി വെക്കണേ. ചെറിയ സൈസ് വാളയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ കോവളം നമ്മുടെ ബീച്ചിലെ ഒരുപാട് ഈ കടൽച്ചൊറികൾ, അതായത് ജെല്ലി ഫിഷ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഏറെ കിടക്കുന്നതായിട്ട് നമ്മൾ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. അതുപോലെ നമ്മുടെ വിഴിഞ്ഞ വിസ്ലാൻഡിനകത്ത് ഇതുപോലെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന 2 വെറൈറ്റി ഐറ്റം കണ്ട, കരിപ്പട്ടി ചൊറിയും അതുപോലെ നമ്മുടെ ബ്ലൂ കളർ കേട്ടോ, നീല കളർ ചൊറിയുമാണ്. ചൊറികളിൽ പല വെറൈറ്റികൾ വരും. ഒരു റോൾ വലയില് അയില പാവി കൊണ്ടുവന്നിട്ടുണ്ട്. അയില ഒരുപാട് ഉള്ളതുണ്ട്, വലിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഉണ്ടോ? അതാണ്ട അയില കൊണ്ടുവന്നുണ്ടോ? വലിയ സൈസ് അയില തന്നെയാണ്. ഇവരെ മാക്സിമം ഇതൊന്ന് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇവരെ വലയിൽ തന്നെ ഉണ്ട്. നമ്മുടെ വള്ളത്തിന്റെ ഇടയിൽ പോയി വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ഞെരുങ്ങാനായിട്ട് സാധ്യത കൂടുതലാണ്. അയില മീന് വലയില് വലിച്ചിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടോ? ഇവര് മാക്സിമം ഒന്ന് അഴിച്ചു മാറ്റിയിട്ട് അവിടെ ലേലത്തിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഈ വള്ളക്കാർക്ക് കൊഴിയാള മീനാണ്. ഓഗസ്റ്റ് 27 വൈകുന്നേരം 3 മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലേലത്തിൽ കൊടുക്കുന്നുണ്ട്. 50, 850, 850, 50, 3850, 900, 900, 900, 900, 900, 900, 50, 50, 3950 ആരി
4000 4000 4000 4050 50 50 50 50 100 100 4100 100 150 150 150 150 4050 കൂട്ടണ്ട 4050 ഇതാണ് ഓഗസ്റ്റ് 27 നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ കാഴ്ചയാണ്. 3 മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ്. അപ്പം വരാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം ഒരു 6 മണിക്ക് മുൻപേ തന്നെ വരാൻ നോക്കണേ. എന്തെങ്കിലും തട്ടുമടിക്കുള്ള മീനൊക്കെ നമുക്ക് കിട്ടാനായിട്ട് സാധ്യത കൂടുതലാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.